Good afternoon. Nutech Media Solution ആണ്. ഞാൻ ഇന്ന് ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലാണ്, റെസ്റ്റാണ്, ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോൾ ഒന്ന് രണ്ട് നമ്മുടെ ക്ലയൻറ്റ്സ്, ഒന്ന് രണ്ട് ആൾക്കാർ നമ്മളെ വിളിക്കുകയുണ്ടായി. അവർക്ക് ഹോം തിയേറ്ററിൻ്റെ റൂമിൻ്റെ സൈസും അതിൻ്റെ ഏറ്റവും മിനിമം ആണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വീഡിയോ നമ്മളോട് ചെയ്യാമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. 2-3 കസ്റ്റമേഴ്സാണ് അടുത്ത് നമുക്ക് ഹോം തിയേറ്റർ ചെയ്യാനുള്ള കസ്റ്റമേഴ്സാണ്. അതിലൊരാൾ വിളിച്ചു എന്നോടിങ്ങനെ അവരൊരു കസിന് വേണ്ടിയിട്ടൊരു തിയേറ്റർ റൂം വീട് പ്ലാൻ വരയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ റൂം സൈസ് എത്ര വേണമെന്ന് എന്നോട് ചോദിച്ചപ്പോഴാണ് ഞാൻ എന്നാൽ ഒരു വീഡിയോ ആയിട്ട് എന്നെ ചെയ്തേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെടുക്കാൻ കാര്യം. കാരണം ഞാനിന്ന് മൊത്തത്തിൽ അവധിയും കാര്യങ്ങളൊക്കെയാണല്ലോ, വേറെ ജോലികളൊന്നും നമുക്കില്ല നിലവിൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു വീഡിയോ എടുത്തേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ അതിൻ്റെ സ്ഥിതിക്ക് ഞാനിപ്പം താമസിക്കുന്ന വീടിൻ്റെ റൂമിനകം ഹോം തിയേറ്ററിൻ്റെ സംവിധാനത്തിലേക്ക് ആക്കാൻ ഉദ്ദേശിക്കുകയാണ് വീട്ടിൽ. അതിനകത്ത് 11x8 ആണ് നമ്മുടെ റൂം സൈസ്, ഏറ്റവും ചെറുതാണ്. എല്ലാ ആൾക്കാർക്കും സ്ഥലപരിമിതി വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ആ മുറി എങ്ങനെ തിയേറ്റർ ആക്കാമെന്ന് നമുക്ക് നോക്കാം. തിയേറ്റർ ആക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ കോസ്റ്റ്, എത്ര എക്സ്പെൻസ് അതിനകത്ത് വരും, അത് ചെയ്യേണ്ട രീതി എങ്ങനെയായിരിക്കണം, പിന്നെ നമ്മുടെ ഒരു കമ്പനിയുടെ ഒരു ബ്രീഫായിട്ടുള്ള നമ്മുടെ കമ്പനി എന്താണെന്നുള്ളൊരു വിശദീകരണം, ഇതെല്ലാം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദയവേത് ഞങ്ങളുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് വിടരുത്. കാണുവാൻ ശ്രമിക്കുമ്പോൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗുണമുണ്ടാവുള്ളൂ. പ്രത്യേകം ആലോചിക്കുക. ഏതായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും സപ്പോർട്ടിനും വളരെയേറെ നന്ദി പറയുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. ഞാനിപ്പോൾ പറഞ്ഞ റൂം ഇതാണ്. ഈ റൂമിനകത്ത് നമുക്ക് നിലവിൽ റൂമിൻ്റെ നീളം വീതി പറയുകയാണെങ്കിൽ 2, 4, 6, 8, 10, 11 അടി നീളവും 2, 4, 6, 8 അടി വീതിയുമാണ് നമുക്ക് ഈ റൂമിനുള്ളൂ. അപ്പം 11 അടി നീളവും 8 അടി വീതിയുള്ള റൂമിനകത്ത് നമുക്കൊരു ഹോം തിയേറ്റർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമാകുമോ എന്നാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നീളം വീതി ഞാൻ പറഞ്ഞു. റൂം ഇങ്ങനെയാണ് വരുന്നത്. റൂം കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. സാധാരണ പൊക്കമാണ് സീലിങ്ങിന് വരുന്നത്. ഇത് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് സ്ക്രീൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്ക്രീൻ വരിക എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമൈസ്ഡ് സ്ക്രീനായിരിക്കും നമുക്കിവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു 100 ഇഞ്ചിൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് സ്ക്രീൻ നമുക്കിവിടെ വെക്കാൻ പറ്റും. അപ്പം നമുക്ക് കോസ്റ്റ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമ്മളൊരു ഹോം തിയേറ്റർ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു 5.1.2 ആണ് നമ്മളിതിനകത്ത് ഉദ്ദേശിക്കുന്നത്. 5.1.2 എന്ന് പറയുമ്പോൾ 5 സ്പീക്കറുകളും ആണ് വരുന്നത്. മുകളിൽ 2 ആറ്റ്മോസിൻ്റെ സ്പീക്കർ കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു സബ്വൂഫർ, ഈ ഫ്രണ്ട് ഏരിയയിലെ സബ്വൂഫർ വരും. ഇതിൻ്റെ ഇപ്പം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ സെൻട്രൽ സ്പീക്കർ, സൈഡ് സ്പീക്കർ, 2 സൈഡ് സ്പീക്കർ, പിന്നെ അതുപോലെ തന്നെ റിയർ സൈഡിൽ സറൗണ്ട് സ്പീക്കർ 2 എണ്ണം, 1, 2 സറൗണ്ട് സ്പീക്കർ 2 എണ്ണം വരുത്താൻ പറ്റും. പിന്നെ നമ്മളതിനകത്ത് മുകളിലാണ് ഇതിൻ്റെ അറ്റ്മോസ് വരാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാവുന്ന രീതി ഒരു 1.5-2 ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഞാനിനി ഓൺ സ്ക്രീനിലേക്ക് വരാം. വെയിറ്റ് ചെയ്യൂ. ഇപ്പം ഞാൻ ഈ കാണിച്ച റൂമിനകത്ത് നമുക്കിപ്പോൾ ഒരു 1.5-2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ഹോം തിയേറ്റർ സിസ്റ്റം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു ബഡ്ജറ്റ് ഹോം തിയേറ്റർ സിസ്റ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാ ആൾക്കാർക്കും വീട് പണിയുമ്പോൾ ഒരു ആഗ്രഹമുണ്ട്, വീട്ടിലൊരു തിയേറ്റർ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഒരു പീസ് ഓഫ് മൈൻഡോട് വീടിനകത്തിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ്, അതാണ് ഒരു ഹോം തിയേറ്ററിനെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി. അതൊരു ഇപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ പല ബഡ്ജറ്റിലുള്ള ഹോം തിയേറ്റർ സിസ്റ്റം മാർക്കറ്റിൽ അവൈലബിളായിട്ടുണ്ട്. അത് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 10 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ അങ്ങനെ മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചാണ് ഒരു ഹോം തിയേറ്റർ സിസ്റ്റം നമുക്ക് എത്ര വേണം തീരുമാനിക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ 5.1.2 കോൺഫിഗറേഷനാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. കോൺഫിഗറേഷൻ കേട്ടപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ
ഞാൻ ചെയ്ത 4K ഹോം തിയേറ്ററിൻ്റെ വീഡിയോ ഞാൻ ക്ലിപ്പായിട്ട് ഇടുന്നുണ്ട്. അത് കയറി നിങ്ങൾക്ക് കാണാം. അതൊരു 4K ഹോം തിയേറ്റർ ചെയ്തിരിക്കുന്നതാണ്. അതൊരു വലിയ ബഡ്ജറ്റാണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോ കയറി കാണാൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് ഒരു 3 ലക്ഷം രൂപ, അതായത് 2 ലക്ഷം രൂപയുടെ സ്പീക്കർ പാക്കേജും ഓഡിയോ വീഡിയോ സിസ്റ്റവും 1 ലക്ഷം രൂപയ്ക്ക് ഒരു പാർഷ്യൽ അക്കോസ്റ്റിക് സൊല്യൂഷനും വെച്ചിട്ടുള്ള ആണ് ഞാനിപ്പോൾ പറയുന്നത്. മൊത്തം 3 ലക്ഷം രൂപ കൂട്ടിക്കൂ. അപ്പം 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ അതൊരു വലിയ ബഡ്ജറ്റല്ല. കാരണം ഒരു സ്മാർട്ട് ടി വി മേടിക്കണമെന്നുണ്ടെങ്കിൽ 1.5-2 ലക്ഷം രൂപ കോസ്റ്റ് വരും. ബാക്കി കുറച്ചുകൂടെ പൈസ ആയിട്ട് നമ്മുടെ വീട്ടിലൊരു ഹോം തിയേറ്റർ സിസ്റ്റം അക്കോസ്റ്റിക് ഉൾപ്പെടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏകദേശം ഒരു റഫ് ഫിഗറാണ് ഞാനീ പറയുന്നത്. ഓരോ റൂമും സൈസും ഒക്കെ അനുസരിച്ചാണ് അതിന് അക്കോസ്റ്റിക് എങ്ങനെ വേണം തീരുമാനിക്കുന്നത്. അല്ലാതെ എല്ലാ റൂമിലും ഒരേ തരത്തിലുള്ള അക്കോസ്റ്റിക് അല്ല നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ മേടിക്കേണ്ടത് ചെയർ മാത്രം മേടിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഏറ്റവും മിനിമമായ രീതിയിൽ ചെറിയ എക്സ്പെൻസേ ബാക്കി വരാനുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അതുപോലെ ഈ ഷെയർ ചെയ്യാനും മറക്കല്ല്. നിങ്ങൾ ഷെയർ ചെയ്യുന്നതും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻറ്റുമാണ് ഞങ്ങളുടെ പ്രചോദനം പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. ന്യൂടെക് മീഡിയ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഓട്ടോമേഷൻ കമ്പനിയാണ് ഞങ്ങൾ 8 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഈ ഫീൽഡുമായിട്ട് നല്ല പരിചയമുള്ള ഒരാളാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഹോം തിയേറ്റർ സിസ്റ്റം സെറ്റ് ചെയ്യുന്നുണ്ട്. അത് ദൂരവും ഒക്കെ കൂടുന്നതനുസരിച്ച് ബഡ്ജറ്റുകൾ കാര്യങ്ങളും പ്രൈസും ഒക്കെ മാറ്റം വരാം. അത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. നമുക്ക് ഓഫീസിൽ മാനേജറുണ്ട്, ടെക്നീഷ്യന്മാരുണ്ട്, പെർമനൻറ്റ് സ്റ്റാഫുണ്ട്, സർവീസിന് വാഹനവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ ഒരു 24 ഹവേഴ്സിനുള്ളിൽ നമുക്കൊരു 48 ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ തയ്യാറാകുന്നൊരു കമ്പനിയാണ്. ഇതാണ് നമ്മുടെ ഡീറ്റെയിൽ. പിന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് ലിങ്കും ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കയറി കാണുക. അതിനകത്ത് എൻ്റെ കോൺടാക്റ്റ് നമ്പറുണ്ട്, ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ട് നമ്പറുകളും ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങളൊരു ലിമിറ്റഡ് കമ്പനിയാണെന്ന് ഊന്നി പറയാൻ കാര്യം, എപ്പോഴും ഒരു കമ്പനിക്ക് എപ്പോഴും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. അവരുടേതായ രീതിയിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റവും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു കമ്പനി എന്ന രീതിയിൽ അവർക്ക് ടെക്നീഷ്യന്മാരും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കൊടുക്കും. അപ്പോൾ നിങ്ങളെപ്പോഴും ആശ്രയിക്കേണ്ട ഒരു ലിമിറ്റഡ് കമ്പനിയെ വേണം ആശ്രയിക്കാൻ. നിങ്ങൾ ഇപ്പം നമ്മളെ കൊണ്ട് തന്നെ ഹോം തിയേറ്റർ ചെയ്യിക്കണം നമ്മൾ നിർബന്ധമൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് പ്രത്യേകമായിട്ട് അത് ഓർക്കുക. പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഗുണം എന്നാ ചോദിച്ചാൽ, ഞങ്ങൾ ഹോം തിയേറ്റർ മാത്രം ചെയ്യുന്നൊരു കമ്പനിയല്ല. ഓട്ടോമാറ്റിക് ഗേറ്റ് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക് ഡോറ്, സെക്യൂരിറ്റി സിസ്റ്റംസ്, ഇൻട്രൂഡർ അലാം സിസ്റ്റം, സെക്യൂരിറ്റി സർവലൻസ് ക്യാമറ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നൊരു കമ്പനിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻഡസ്ട്രിയൽ ഗേറ്റ് ഓട്ടോമേഷൻ, പിന്നെ ഓട്ടോമാറ്റിക് ഗേറ്റ് നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അത് ലേസർ കട്ടിംഗ് ഗേറ്റുകളാണ് നമ്മൾ നിർമ്മിക്കുന്നത്. പലതരത്തിലുള്ള ഗേറ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ലേസർ കട്ടിംഗ് ആയിട്ടുള്ളത്, പല ഡിസൈനായിട്ടുള്ളത്. അപ്പോൾ ഒരു ടേൺ കീ സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. എൻറ്റയർ സൊല്യൂഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളുമായിട്ട് കമ്പനിയായിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു 3000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 3500-4000 സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളാണ്. ഒരു ഓട്ടോമാറ്റിക് ഒരു സെക്യൂരിറ്റി സർവൈലൻസ് ക്യാമറ വേണം, ഇൻട്രൂഡർ അലാം സിസ്റ്റം വേണം, വീഡിയോ ഡോർഫോം വേണം, ഗേറ്റ് ഉണ്ട്, മാനുഫാക്ചർ ചെയ്യണം, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഓട്ടോമേറ്റ് ചെയ്യണം. ഷട്ടർ വേണ്ടി വരും. ഒരു സ്ഥലത്ത് ഒരു പാർഷ്യലായിട്ട് തുറക്കുന്ന ഷട്ടർ വേണ്ടി വരുമായിരിക്കും. അവിടെ അത് ചെയ്യേണ്ടതായിട്ട് വരും. വീട്ടിലേക്ക് ഒരു മിനി ഹോം തിയേറ്റർ സിസ്റ്റം വേണ്ടി വരും, ഇൻട്രൂഡർ അലാം സിസ്റ്റം വേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇത്ര നേരം ക്ഷമയോടുകൂടി കണ്ടതിനകത്ത് ഒരുപാട് നന്ദിയുണ്ട്. ഈ ലോക്ക്ഡൗൺ പീരീഡാണ്, ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ തരത്തിലുള്ള വീഡിയോകൾ ഇനിയും ഞങ്ങൾ ടെക്നിക്കൽ അറിവ് തരുന്ന വീഡിയോകൾ ഞങ്ങളിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കാം. ഓക്കെ.